പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, ഈ ലക്കം ആഴ്ചവട്ടം പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന ജില്ലാ സമ്മേളനത്തെയും തീരുമാനങ്ങളെയും സംബന്ധിച്ചാണ്. ഇത് സംബന്ധിച്ച് സംസാരിക്കാനാണ് പുതിയ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഈ പ്രതിവാര രാഷ്ട്രീയ ഭക്തിയിൽ ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനം ജനുവരി 29, 30, 31 തീയതികളിൽ ചരിത്രപ്രസിദ്ധമായ വടകരയിൽ നടന്നു. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്മരണയിൽ വടകര നാരായണ നഗരത്തിൽ പ്രത്യേക സജ്ജമാക്കിയ വേദിയിലാണ് സമ്മേളനം നടന്നത്. ജില്ലയിലെ 16 ഏരിയകളിൽ നിന്നും 500ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. 3 ദിവസം നീണ്ടുനിന്ന സമ്മേളനം സാർവദേശീയ ദേശീയ സംഭവഗതികളെയും 3 വർഷക്കാലത്തെ നമ്മുടെ പാർട്ടിയുടെ ദേശീയ രാഷ്ട്രീയത്തെയും സംസ്ഥാനത്തെയും ജില്ലയിലെയും ഇടപെടലുകളെയും സംബന്ധിച്ച് വിശദമായ പരിശോധനയാണ് നടത്തിയത്. നമ്മുടെ പാർട്ടിയുടെ വളർച്ചയെയും രാഷ്ട്രീയ സംഘടനാ രംഗത്തെ ദൗർബല്യങ്ങളെയുമെല്ലാം സംബന്ധിച്ച് വിശദമായ പരിശോധനയാണ് പ്രതിനിധികൾ നടത്തിയത്. ജനുവരി 31-ന് 1,00,000-ഓളം പേർ പങ്കാളികളായ ബഹുജന റാലിയോടെയും റെഡ് വളണ്ടിയർ മാർച്ചോടെയുമാണ് സമ്മേളനം സമാപിച്ചത്. വടകര സമ്മേളനത്തിൽ 47 അംഗങ്ങളുടെ ജില്ലാ കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത്. ജില്ലാ സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മഗൃഹമായ കോഴിക്കോട് പോലുള്ള ഒരു ജില്ലയുടെ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല വളരെ ഭാരിച്ചതാണെന്ന് എനിക്കറിയാം. വലിയ ഉത്തരവാദിത്തമാണ് വടകര സമ്മേളനവും പാർട്ടിയും ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെയെല്ലാം പിന്തുണയോടെ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുമെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. മഹാരഥന്മാരായ നേതാക്കൾ നയിച്ച പാർട്ടിയാണ് കോഴിക്കോട് പാർട്ടി. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും കർഷക തൊഴിലാളി വർഗ സമരങ്ങളുടെയും ഉജ്ജ്വലമായ ചരിത്രമുള്ള പാർട്ടിയാണ് കോഴിക്കോട് പാർട്ടി. 1939 പാറപ്പുറം സമ്മേളനത്തോടെയാണ് പാർട്ടി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനത്തിലേക്ക് എത്തിയത്. അപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്രം കോഴിക്കോട് തന്നെയായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ സഖാവ് കൃഷ്ണപിള്ള തൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചത് ഈ കോഴിക്കോട് നഗരത്തിലായിരുന്നു. കല്ലായി റോഡിലെ പാർട്ടി ഓഫീസായിരുന്നു അക്കാലത്തെ സംസ്ഥാനത്തെയും കോഴിക്കോട്ടെയും പാർട്ടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സായി പ്രവർത്തിച്ചത്. വർത്തമാനകാലത്ത് ഈ ചരിത്രത്തെയും കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പാരമ്പര്യത്തെയും കോഴിക്കോട്ടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് പുതിയ കമ്മിറ്റി വടകര സമ്മേളനം ഏൽപ്പിച്ചിരിക്കുന്നത്. മുഴുവൻ പാർട്ടി അംഗങ്ങളെയും അനുഭാവികളെയും ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൂട്ടായ്മയിലൂടെ CPIM-നെ കോഴിക്കോട്ടെ ബഹുജന ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും പിന്തുണയുള്ള പാർട്ടിയാക്കി മാറ്റണം. അതിന് മുഴുവൻ പാർട്ടി അംഗങ്ങളുടെയും ഘടകങ്ങളുടെയും സമർപ്പണബോധത്തോടെയുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിലും പരിഹരിക്കുന്നതിലും കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ സമരങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിനും മുൻഗണന നൽകിക്കൊണ്ടാണ് ജില്ലാ കമ്മിറ്റി പ്രവർത്തിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ നവലിബറൽ വർഗീയ നയങ്ങൾക്കെതിരായ കേരള സർക്കാരിൻ്റെ ബദൽ വികസന നയങ്ങളെ സംരക്ഷിക്കുകയെന്നത് കേരളത്തെയും ഇവിടത്തെയും ജനങ്ങളെയും സ്നേഹിക്കുന്ന ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്വമാണ്. കേരള വികസന മാതൃകയെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരും വർഗീയ വലതുപക്ഷ ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായി അവർ കേരള സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്തുന്ന നുണപ്രചരണങ്ങൾ വൻകിട മാധ്യമ സഹായത്തോടെ തുടർച്ചയായി അടിച്ചുവിടുകയാണ്. മാർക്സിസത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും പ്രത്യയശാസ്ത്രപരമായി തന്നെ കടന്നാക്രമിക്കുന്ന ഉത്തരാധുനിക സ്വത്വരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ സജീവമാണ്. സർക്കാരിനെയും CPIM-നെയും ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയമായ ആരോപണങ്ങൾക്കൊപ്പം ഉത്തരാധുനിക സ്വത്വരാഷ്ട്രീയ ഗ്രൂപ്പുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നുണപ്രചരണങ്ങളിലൂടെ തകർക്കാനുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയെല്ലാം പ്രതിരോധിക്കുകയെന്നത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയെയും നേട്ടങ്ങളെയും സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പ്രധാനമാണ്.
വടകര സമ്മേളനം ഇടതുപക്ഷ സർക്കാരിനും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും എതിരായ പ്രത്യയശാസ്ത്ര ആക്രമണങ്ങളെയും പ്രചരണ യുദ്ധത്തെയും ശക്തമായി പ്രതിരോധിക്കാനുള്ള ആഹ്വാനമാണ് നടത്തിയിട്ടുള്ളത്. സമ്മേളനം അംഗീകരിച്ച പ്രധാന പ്രമേയവും അതുതന്നെയാണ്. പ്രമേയം മുഴുവൻ മലയാളികളോടും കേരളത്തിൻ്റെ ഭാവിയിലും വികസനത്തിലും താൽപ്പര്യമുള്ള എല്ലാ വിഭാഗം ജനങ്ങളോടും ആവശ്യപ്പെട്ടത് ഒന്നിച്ചു നിന്ന് സർക്കാരിനും ഇടതുപക്ഷത്തിനുമെതിരായി വർഗീയ വലതുപക്ഷ ശക്തികളുടെ കുപ്രചരണങ്ങളെ എതിരിടണമെന്നാണ്. കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ കേരളത്തിൻ്റെ ബദൽ നയങ്ങളെ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾക്കായി ഒന്നിക്കണമെന്നാണ് സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളോടും അഭ്യർത്ഥിച്ചത്. ഇന്ത്യക്കാകെ മാതൃകയാകുന്ന ബദൽ നയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു നവകേരളം സൃഷ്ടിക്കാനുമുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിജ്ഞാബദ്ധമായ നീക്കങ്ങൾക്ക് മുഴുവൻ മലയാളികളും ഒന്നിച്ച് പിന്തുണ നൽകേണ്ട സന്ദർഭമാണിത്. എല്ലാ അതിരുകളും വിട്ട വലതുപക്ഷത്തിൻ്റെ പ്രചാരണ യുദ്ധത്തെ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ തുറന്നു കാട്ടാനും പ്രതിരോധിക്കാനും കേരളത്തിൻ്റെ ഭാവിയിലും വികസനത്തിലും തൽപരരായ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിതെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനും അസ്ഥിരീകരിക്കാനുമുള്ള കുത്തക മാധ്യമങ്ങളുടെയും വലതുപക്ഷ വർഗീയ ശക്തികളുടെയും പ്രചാരവേലകൾക്കെതിരെ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും പ്രതിരോധം തീർക്കുമെന്ന് പ്രഖ്യാപനമാണ് സമ്മേളനം നടത്തിയത്. BJP മുന്നോട്ട് വെക്കുന്ന കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ വ്യക്തമായ ബദൽ നയം ഉയർത്തി പോരാടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാന സർക്കാരാണ് CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. പൊതുമേഖലയെ തകർക്കുക, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കുക, ക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിന്മാറുക തുടങ്ങിയ ആഗോളവൽക്കരണ നയങ്ങൾ ബദലുയർത്തി മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷ സർക്കാർ ബജറ്റിന് പുറത്ത് കിഫ്ബി പദ്ധതിയിലൂടെ വിഭവ സമാഹരണം നടത്തിയാണ് വൻകിട മൂലധന നിക്ഷേപമുള്ള പാശ്ചാത്യ സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം കേരളം സൃഷ്ടിച്ചിരിക്കുന്നത്. നിരവധി അന്താരാഷ്ട്ര ഏജൻസികളുടെയും നീതി ആയോഗിൻ്റെയും വികസന സൂചികകളിൽ കേരളത്തിന് 1ാം സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. കേരളം ഇന്ന് വികസിത സമൂഹങ്ങൾക്കൊപ്പമെത്തുന്ന നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെയും സംഘപരിവാർ സംഘടനകളുടെയും ഭൂരിപക്ഷ ധ്രുവീകരണ അജണ്ടയെ പ്രതിരോധിച്ചുകൊണ്ട് എല്ലാവിധ മതരാഷ്ട്രവാദങ്ങൾക്കുമെതിരെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോകുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനും ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കങ്ങൾക്കുമെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയങ്ങളും അതിനെ തുടർന്നുണ്ടായ വിശാല ജനകീയ മുന്നേറ്റവും ഹിന്ദുത്വവാദികളെ അങ്ങേയറ്റം പ്രകോപിതരാക്കിയിട്ടുണ്ട്. അതേപോലെ പലസ്തീൻ ജനതയ്ക്കെതിരെ US പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലകൾക്കെതിരായി ശക്തമായ ബഹുജന പ്രതിഷേധം ഉയർത്തുന്നതിന് നേതൃത്വം കൊടുക്കാനും കേരള സർക്കാരിന് ആയിട്ടുണ്ട്. ആഗോളവൽക്കരണ നയങ്ങൾക്കും മതരാഷ്ട്രവാദ സമീപനങ്ങൾക്കുമെതിരായി നിൽക്കുന്ന രാജ്യത്തിനാകമാനം മാതൃകയായിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ ദുർബലപ്പെടുത്താനും അട്ടിമറിക്കാനുമുള്ള ആസൂത്രിതമായ നീക്കമാണ് കേന്ദ്ര സർക്കാരും ഹിന്ദുത്വ വർഗീയവാദികളും അവരോടൊപ്പം ചേർന്നിരിക്കുന്ന UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ ആകെ ദുർബലപ്പെടുത്താനും ഇല്ലാതാക്കാനുമുള്ള ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരായി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോർപ്പറേറ്റ് മാധ്യമങ്ങളെയും സ്വതന്ത്ര നിരീക്ഷണ വേഷമണിഞ്ഞ മാധ്യമ ബുദ്ധിജീവികളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള മക്കാർത്തിയൻ കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1959 വിമോചന സമരത്തിലൂടെ രൂപം കൊണ്ട ജാതി വർഗീയ ശക്തികളും കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചിന്താകേന്ദ്രങ്ങളും പുതിയ രൂപത്തിലും ഭാവത്തിലും ഇടതുപക്ഷത്തെ തകർക്കാനും ആഗോളവൽക്കരണ നയങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് വെച്ച ക്ഷേമോന്മുഖവും വികസനോന്മുഖവുമായ ബദൽ നയങ്ങളെ ഇല്ലാതാക്കാനുള്ള പ്രചരണ യുദ്ധങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർഷകരുടെയും തൊഴിലാളികളുടെയും വർഗശക്തിയിൽ അധിഷ്ഠിതമായ CPIMനെ ദുർബലപ്പെടുത്തുകയോ തകർക്കുകയോ ചെയ്താലേ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിൽ വേരോട്ടമുണ്ടാകാനാവൂ എന്ന അജണ്ടയിൽ നിന്നാണ് കേന്ദ്ര സർക്കാരും സംഘപരിവാർ സംഘടനകളും നീങ്ങുന്നത്. CPIMൻ്റെ കരുത്തിലും പാവപ്പെട്ടവരുടെ സംഘടനാ ശക്തിയിലുമാണ് കേരളം ഭൂരിപക്ഷ ന്യൂനപക്ഷ മതരാഷ്ട്രവാദികളെ പ്രതിരോധിച്ചു പോകുന്നത്. CPIMനെ തകർത്താലേ ഹിന്ദുത്വ ശക്തികൾക്ക് കേരളത്തിൽ നിലയുറപ്പിക്കാൻ കഴിയൂ.
എന്ന തിരിച്ചറിവിൽ നിന്നാണ് ക്ഷുദ്രമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണങ്ങൾ കേരളത്തിൽ കുത്തക മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി അഴിച്ചുവിടുന്നത്. ഇതിനായി പ്രത്യയശാസ്ത്ര മണ്ഡലങ്ങളിലുൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള ബോധപൂർവമായ പദ്ധതികൾ വലതുപക്ഷ ശക്തികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. മാർക്സിസത്തെ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ സർവകലാശാലകളിൽ ജന്മമെടുക്കുകയും അതുവഴി യൂറോപ്പിലൂടെ ഇന്ത്യയിലേക്കെത്തിയ ഉത്തരാധുനിക ആശയങ്ങളും അതിനെ പിൻപറ്റി ഉയർന്നു വന്ന സ്വത്വ രാഷ്ട്രീയ ദർശനങ്ങളും വൻതോതിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ്. കേരളത്തിൻ്റെ ചിന്താമണ്ഡലത്തിലും സാഹിത്യ സാംസ്കാരിക വ്യവഹാരങ്ങളിലും മാർക്സിസ്റ്റ് വിരുദ്ധത പടർത്തുന്നതിലൂന്നിയാണ് ഈ ഉത്തരാധുനിക സ്വത്വ രാഷ്ട്രീയവാദികൾ പ്രവർത്തിക്കുന്നത്. ജാതീയമായി അടർത്തിയെടുത്ത് വർഗീയമായി ഒന്നിപ്പിക്കുക എന്ന ഹിന്ദുത്വ അജണ്ടയും അതിൻ്റെ മറുപുറം കളിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും മതരാഷ്ട്രവാദ നിലപാടും ഒരേപോലെ ലക്ഷ്യം വെക്കുന്നത് മാർക്സിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയാണ്. മാർക്സിസ്റ്റ് വിരുദ്ധ പ്രത്യയശാസ്ത്ര പ്രചരണങ്ങളിലൂടെ ചുവടുപിടിച്ചാണ് ദൈനംദിന രാഷ്ട്രീയ സംഭവങ്ങളെയും ഭരണത്തെയുമെല്ലാം സംബന്ധിച്ച് കള്ള പ്രചാരവേലകൾ വൻകിട മാധ്യമ സഹായത്തോടെ ഹിന്ദുത്വ ശക്തികളും UDFും ജമാഅത്തി കൂട്ടുകെട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. RSSകാർ CPIഎമ്മിനെ ഹിന്ദുവിരുദ്ധനായി ചിത്രീകരിക്കുമ്പോൾ മൗദൂദികൾ CPIഎമ്മിനെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുന്ന പ്രചാരവേലകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രശ്നങ്ങളും CPIഎമ്മിനും സംസ്ഥാന സർക്കാരിനുമെതിരായി തുടർച്ചയായി ഉയർത്തിക്കൊണ്ടുവരിക എന്ന മാധ്യമതന്ത്രമാണ് പരീക്ഷിക്കപ്പെടുന്നത്. മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുന്ന യാതൊരുവിധ വസ്തുത ബന്ധവുമില്ലാത്ത വാർത്തകൾ തുറന്നു കാട്ടപ്പെടുമ്പോൾ മറ്റൊരു വാർത്തയുമായി മാധ്യമങ്ങൾ തുടർച്ചയായി ഇടതുപക്ഷ വിരുദ്ധ വേട്ട തുടരുന്നു. തുടർച്ചയായി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് സർക്കാരിനെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുകയാണ് ഈ പ്രചരണത്തിലൂടെ ലക്ഷ്യം. ആഗോളവൽക്കരണ നയങ്ങളുടെ സൃഷ്ടിയായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി ഇടതുപക്ഷമാണെന്ന് വരുത്തി തീർക്കുക എന്ന രീതിയിലുള്ള പ്രചരണ തന്ത്രമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ പതിവാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുന്ന പ്രചരണങ്ങൾ CPIഎമ്മിലും ഇടതുപക്ഷ സർക്കാരിലും വിശ്വാസം നഷ്ടപ്പെടുത്തി ബദൽ നയങ്ങളെ തകർക്കുകയെന്ന രാഷ്ട്രീയ അജണ്ടയിൽ നിന്നുള്ളതാണെന്ന് പുരോഗമന ജനാധിപത്യ ശക്തികൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആധുനിക ജനാധിപത്യ വിഭാവനം ചെയ്യുന്ന എല്ലാവിധ മര്യാദകളെയും അത് ലംഘിക്കുന്ന തരത്തിലാണ് വലതുപക്ഷ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കുമെതിരായ ക്ഷുദ്രവികാരം ഉയർത്തുന്ന പ്രചരണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രചരണങ്ങളെ തുറന്നുകാട്ടി കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളെയും അതിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരിനെയും സംരക്ഷിക്കാനുള്ള ശക്തമായ പ്രതിരോധം വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഒന്നിച്ചു നീങ്ങാം. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും ക്രൂരമായ സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്താൻ കഴിയുന്ന പ്രചരണ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. ലാൽ സലാം സഖാക്കളെ.